റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കഴിഞ്ഞയാഴ്ച വില്യം ബ്രിഡ്സനെ 10 വർഷത്തെ തടവിന് ശിക്ഷിച്ചപ്പോൾ ഡോൺ ക്രോഫോർഡും മിഷേൽ കിൽപാട്രിക്കും ഒരു ചെറിയ ആഘോഷം നടത്താൻ അനുവദിച്ചു. 1980കളിൽ ഡിംഫ്രൈസിലും ഗലോവയിലുമുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ ഒളിച്ചോടിയ കുട്ടികളെന്ന നിലയിൽ അവരെ പരിപാലിക്കാൻ നിയമിക്കപ്പെട്ട ആളുടെ ഇരകളായിരുന്നു അവർ ശാരീരികമായും ലൈംഗികമായും ആക്രമിക്കപ്പെട്ടു. എന്നാൽ 2003-ൽ ബ്രിഡ്സനെ ആദ്യം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ലൈംഗിക പീഡന കുറ്റങ്ങൾ ഒഴിവാക്കിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് 2 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. അപ്പീലിൽ 9 മാസമായി കുറയ്ക്കുകയും ചെയ്തു. പ്രോസിക്യൂട്ടർമാരുടെ മറ്റുള്ളവരുടെ പട്ടിക മൂലമാണ് സമയപരിധി നഷ്ടപ്പെടുന്നതെന്ന് അക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ന്യൂട്ടൺ സ്റ്റ്വർട്ടിലെ മോങ്കൻ ഹാറ്റ്ലിയിൽ കെയർ ഹെഡ് ആയിരുന്ന ബ്രിഡ്സനെ 2003-ൽ ആക്രമണത്തിന് ജയിലിലടച്ചു. പക്ഷേ മുൻ വിദ്യാർത്ഥികൾ നീതിക്ക് വേണ്ടി പോരാടുന്നത് തുടരുകയും ചെയ്തു. 2 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞ് അവർ വീണ്ടും കോടതിയിൽ ബ്രിഡ്സനെ നേരിട്ടു. 78-കാരനായ ബ്രിഡ്സനെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ചരിത്രപരമായ കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പരയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വിധി പ്രസ്താവിക്കുമ്പോൾ ഡോണും മിഷേലും ആഹ്ലാദഭരിതരായിരുന്നു. എന്നിരുന്നാലും ബാല്യകാല ആഘാതത്തെക്കുറിച്ചുള്ള അനന്തമായ കണക്കൂട്ടലുകൾ തുടരുകയും ചെയ്തു. ഞാൻ ഇപ്പോഴും ഉറങ്ങാൻ പോകുന്നു. ഞാൻ അവനോടൊപ്പം കെട്ടിടത്തിലേക്ക് തിരിച്ചെത്തി. എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഡോൺ BBC സ്കോട്ട്ലൻഡ് ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവന് 10 വർഷം ജോലിയുണ്ട്, എനിക്ക് 40 വർഷം ജോലിയുണ്ട്. അത് ശരിയാകില്ല, അത് ന്യായമല്ല എന്നായിരുന്നു. റെൻഫ്രൂവിൽ നിന്നുള്ള ഒരു മുൻ ആർമി കോർപ്പറലായ ബ്രിഡ്സൺ മോങ്കൻ ഹാർലിയിൽ ഹൗസ് മാസ്റ്റർ ആയിരുന്നു. ബോർഡർമാരെ നിരീക്ഷിക്കുക, അച്ചടക്കം നടപ്പിലാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ അനധ്യാപക ചുമതല. പിന്നീട് വുഡ്ലാൻഡ്സ് എന്ന് വിളിക്കപ്പെട്ട ഈ സ്കൂളിൽ പെരുമാറ്റ വൈകല്യങ്ങളുള്ളതായി കരുതപ്പെടുന്ന പ്രശ്നബാധിതരായ വിദ്യാർത്ഥികളെയാണ് പാർപ്പിച്ചിരുന്നത്. 11-ാം വയസ്സിൽ വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഡോണും അക്കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ബർമിംഗ്ഹാമിൽ 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കൊലപ്പെടുത്തിയ ഒരു കൗമാരക്കാരനായ കൊലയാളി ആളുകളെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ദുർബലരായ ഇരകളെ ലക്ഷ്യം വെച്ചുള്ള ചരിത്രവും അവനുണ്ടായിരുന്നു. വ്യാഴാഴ്ച ബർമിംഗ്ഹാം ക്രൗൺ കോടതിയിൽ കൊലപാതക കുറ്റം സംബന്ധിച്ച 15 വയസ്സുകാരൻ കഴിഞ്ഞ വർഷം ജനുവരി 21-ന് യാഡ്ലി വുഡിലെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ലിയോ റോസിന്റെ വയറ്റിൽ മാരകമായി കുത്തി. നിയമപരമായ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ആ കൗമാരക്കാരൻ അക്രമത്തിന് വേണ്ടി ഇരകളെ ആക്രമിക്കുമെന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ജോ ഡാവൻപോർട്ട് പറഞ്ഞു. ആളുകളെ വേദനിപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമായിരുന്നു. അവിടെ നടക്കുന്ന കുഴപ്പങ്ങൾ കണ്ടും അയാൾ ആസ്വദിച്ചു, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുറ്റസംഭവത്തിന് ശേഷം വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് പങ്കിട്ട വീഡിയോയിൽ ലിയോയുടെ മൃതദേഹം കണ്ടെത്തിയത് എങ്ങനെയെന്ന് യുവാവ് ഒരു ഉദ്യോഗസ്ഥനോട് പറയുന്നതും പൊതുജനങ്ങൾ മറ്റൊരാളോട് അലാറം ഉയർത്താൻ പറയുന്നതും കാണിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് 2025 ജനുവരി 19, 20 തീയതികളിലും അതിനു മുൻപും 21 തീയതികളിലും കൗമാരക്കാരൻ ഇതേ പ്രദേശത്തെ ആളുകളെ ആക്രമിച്ചിരുന്നു. ലിയോയെ കൊലപ്പെടുത്തിയ അതേ ദിവസം തന്നെ. ഏറ്റവും ഗുരുതരമായ സംഭവത്തിൽ അയാൾ ഒരു വൃദ്ധയായ സ്ത്രീയെ സ്വന്തം വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് അടിച്ചു. പിന്നീട് ഒരു നദിയിലേക്ക് എടുത്തെറിയുന്നതുമുണ്ട്. തടയാൻ കഴിയുമെന്നും എളുപ്പത്തിൽ കീഴടക്കുമെന്നും അറിയാമായിരുന്ന ആളുകളെയാണ് കൊലയാളി ലക്ഷ്യമിട്ടതെന്ന് ഡാവൻപോർട്ട് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കി. ED റെയ്ഡിനിടെയായിരുന്നു ആത്മഹത്യ. അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അശോക് നഗറിലെ ഹൊസൂർ റോഡിലാണ് കമ്പനിയുടെ ഓഫീസ്. അശോക് നഗർ പോലീസ് സ്ഥലത്തെത്തി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ED റെയ്ഡ് നടക്കുന്നുണ്ട്. കൊച്ചി സ്വദേശിയാണ് ഇദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം തുടങ്ങുന്നതെന്ന് ജയറാം SITയോട് പറഞ്ഞു. പോറ്റി വിശ്വാസമായിരുന്നു. നിരവധി തവണ പൂജകൾക്കായി പോറ്റി വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകിയെന്ന് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ സംബന്ധിച്ച് അറിയില്ലെന്നും ജയറാം SITയോട് പറഞ്ഞു. താൻ ഒരു കടുത്ത അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകാറുമുണ്ട്. അവിടെ വെച്ചാണ് പോറ്റിയെ പരിചയപ്പെടുന്നതെന്ന് ജയറാം മൊഴി നൽകി. ശബരിമലയിലെ പാളികൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ചിത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ജയറാം നിൽക്കുന്നതും ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നടന്നതിന് പുറമെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് നടത്തിയ പൂജയിലും പോറ്റി ക്ഷണിച്ചതനുസരിച്ച് പോയിരുന്നു. കൂടാതെ കോട്ടയം ഇളപ്പള്ളി ക്ഷേത്രത്തിൽ പാളികളെത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തിരുന്നു. ഈ പൂജാവിശ്വാസത്തിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു ബന്ധവുമില്ലെന്ന് ജയറാം SITയോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെപ്പറ്റി അറിയില്ല. പോറ്റിയുമായി ഒരു പണമിടപാടും നടത്തിയിട്ടില്ലെന്നും ജയറാം മൊഴി നൽകിയെന്നാണ് വിവരം. SIRൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് തീരും. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമയം ഇന്ന് വരെ നീട്ടിയത്. ആദ്യം ഈ മാസം 22 വരെയായിരുന്നു സമയപരിധി. 11 ലക്ഷത്തിലധികം പേരാണ് പേര് ചേർക്കാൻ അപേക്ഷിച്ചത്. അതേസമയം ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി 14 വരെ തുടരും. 37 ലക്ഷത്തോളം പേരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. 2002-ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പട്ടികയിൽ പേരിലെ അക്ഷരത്തെറ്റുൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങളുള്ളവരുമാണ് രേഖ നൽകേണ്ടത്. ഹിയറിംഗിനും പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ വരെ 9868 പേരാണ് പത്രികയിൽ നിന്ന് പുറത്തായത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ക്യാമ്പ് നൗവിൽ കോപ്പൻഹേഗനെതിരെ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകളുടെ വിജയം ബാഴ്സലോണ സ്വന്തമാക്കി. വിക്ടർ ഡാഡാസണിലൂടെ കോപ്പൻഹേഗനായിരുന്നു മുന്നിലെത്തിയത്. ബാഴ്സയ്ക്കായി റോബർട്ട് ലെവൻഡോവ്സ്കി, ലമീൻ യമാൽ, റാഫീഞ്ഞ, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവർ ഗോളുകൾ നേടി. വിജയത്തോടെ ബാഴ്സലോണ അവസാന 16ലേക്ക് മുന്നേറുകയും ചെയ്തു. 126.43 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.